സോമൻ കടലൂർ എഴുതി. വിത്ത് തുറന്ന് ഒരു മരം പടർന്നുപോയി, തോട് പൊളിച്ച് ഒരു കിളി പറന്നുപോയി, വിരൽ പിറന്ന് വരയും കരൾ കവിഞ്ഞ് കവിതയും പുറപ്പെട്ടുപോയി. എന്നിട്ടും എന്നെ തുറന്ന് പുറത്തു ചാടാനായില്ലല്ലോ എന്നൊരു തോന്നലിൻ്റെ നാമ്പ് പോലും എന്നിൽ തല നീട്ടിയില്ല. നീയും നിന്റെ നിഴലും. ഒരു ദിവസം രാവിലെ കുട്ടിക്ക് തൻ്റെ നിഴലിൻ്റെ തലയിൽ തൊടാൻ താല്പര്യം. പക്ഷേ നിഴലിൽ അവൻ്റെ തല അകലെയായിരുന്നു. അവൻ കൈനീട്ടി നോക്കി, എത്തുന്നില്ല. അവൻ മുന്നോട്ട് നീങ്ങി. അപ്പോൾ നിഴലും കൂടെ നീങ്ങുന്നു. അപ്പോൾ അവിടേക്ക് അവൻ്റെ അധ്യാപകൻ വന്നു. സങ്കടം സാറോട് പറഞ്ഞു, എനിക്കെൻ്റെ നിഴലിൻ്റെ തലയിൽ തൊടാൻ കഴിയുന്നില്ല. മാഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പൊട്ട, ചുമ്മാ കരയല്ലേ, പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അധ്യാപകൻ അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ തന്നെ തലയിൽ വെപ്പിച്ചു. അപ്പോൾ നിഴലിലെ തലയിൽ അവൻ്റെ കൈയും തൊട്ടു. ജീവിതം നമ്മെ പലതും പഠിപ്പിക്കുന്നു, പലരിലൂടെയും. മിസ്റ്റർ റൈറ്റും മിസ്സിസ് റൈറ്റും ദമ്പതികളാണ്. എന്നാൽ അവരുടെ ജീവിതം തീർത്തും റോങ് ആണ് പോലും. ഞാൻ മാത്രം ശരിയെന്നും മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്നതും എത്രമാത്രം സങ്കടകരമാണ്. കുടുംബസ്ഥരുടെ കൂടെപ്പിറപ്പായി കൂടെ ഉണ്ടാകണം ഒരു പ്രാർത്ഥന. ഞങ്ങൾക്കിടയിൽ ഒരിക്കലും വെറുപ്പുണ്ടാകരുതേ എന്ന് തന്നെ. അറപ്പും വെറുപ്പും ഇല്ലാതെ സ്നേഹത്തോടെ എന്നിലെ അഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.